ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ജോലി അടുക്കളയിൽ നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഒരു കട്ടനൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കട്ടനൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കുടി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ രാവിലത്തെ ജോലിയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് അത് കുടിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ടനൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, ഇന്ന് വിനായക ചതുർത്ഥിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മോദകം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിലേക്ക് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഒരുപാട് നെയ്യൊന്നും വേണ്ട നമുക്ക് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ നെയ്യൊക്കെ മതി. എൻ്റെ നെയ്യ് ഓൾറെഡി തീർന്നിരിക്കുകയാണ്. ഞാൻ സാധാരണ നെയ്യൊക്കെ ഉണ്ടല്ലോ ഉണ്ടാക്കിയെടുക്കാറാണ്. പാല് നമ്മൾ വാങ്ങിയിട്ട് അത് നമ്മൾ കാച്ചിയതിന് ശേഷം അതിൽ നിന്ന് പാടെ എടുത്ത് വെക്കുകയാണ്. ഇപ്പം നമ്മൾ കവർ പാലായതുകൊണ്ട് ഓരോ കവർ പാലേ ഡെയിലി മേടിക്കുള്ളൂ. മറ്റേതൊക്കെ ആകുമ്പോൾ ഇത്തിരി കൂടുതൽ ഞാൻ പാല് വാങ്ങും ഈ നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അത് പോകാൻ ആ സമയത്ത് പോകാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കവർ പാല് മേടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ നെയ്യ് ഉണ്ടാക്കണതൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ കവർ പാലിൽ നമ്മൾ പാല് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് പാടെയൊന്നും എടുക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നെയ്യൊക്കെ ചേർത്ത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് പൊടിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 2.5 കപ്പ് പൊടിയാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുക്കണത്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമുക്കിനി പൊടിയിട്ട് കൊടുക്കാം കേട്ടോ. ഇത് പൊടിയിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, നല്ലപോലെ ഒന്ന് കുഴച്ച് എടുക്കണം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെച്ചിട്ട് വേണം നമുക്കിത് പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് തണുക്കാനുള്ള സമയം കൊണ്ട് നമുക്കതിന് വേണ്ടിയിട്ട് ശർക്കരയൊന്ന് പാവ് കാച്ചിയെടുക്കാം കേട്ടോ. അതിനകത്ത് ഞാൻ ഒരു വലിയ ശർക്കരയുടെ പകുതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഉരുകി വരണം. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഒന്ന് ഉരുകട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ അത് ലൂസായിപ്പോയാൽ 2 സ്പൂൺ വെള്ളമാണെങ്കിലും നന്നായി ഒരു ലൂസായിപ്പോയേ. അപ്പോൾ ഞാനൊന്ന് സ്റ്റൗ ഒന്നും കൂടി കത്തിച്ച് വെച്ച് ചെറുതായിട്ടൊന്നും കൂടി വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിനകത്ത് കോലും കൊമ്പൊക്കെ ഉണ്ടാവുമല്ലോ ശർക്കരയിൽ, അതൊന്നും നമുക്കൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ അരിപ്പ എടുക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് അരിപ്പയിലേക്ക് നേരിട്ട് ഒഴിക്കരുത് കേട്ടോ. പ്ലാസ്റ്റിക് അരിപ്പ പെട്ടെന്ന് നമ്മളതൊന്നും ചിന്തിക്കുകയല്ലോ. അപ്പോൾ ഇത് മെറ്റൽ അരിപ്പയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പ്ലാസ്റ്റിക് ആകുമ്പോൾ അങ്ങോട്ട് കേടായിപ്പോകും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരിച്ചിട്ട് നമുക്കിതിനകത്തേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ടൈപ്പ് തേങ്ങയാണ്. അതൊന്ന് ചിരണ്ടിയെടുത്തതിന് ശേഷം അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ 3 ഏലയ്ക്ക അയും കൂടി ഇട്ടാണ് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തേക്കണേ തേങ്ങ കേട്ടോ. അപ്പോൾ അങ്ങനെ തേങ്ങ മിക്സും കൂടി നമ്മുടെ പാനിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. അപ്പോൾ ഇത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതും ഒന്ന് ഇത്തിരി ലൂസായ പോലെ നമ്മൾ അതിനെ ഫില്ലിങ് വയ്ക്കുമ്പോൾ അത് ഒഴുകി താഴേക്ക് വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി സ്റ്റൗ കത്തിച്ച് വെച്ച് ഞാനൊന്ന് വറ്റിച്ചെടുക്കണ്ട. അതൊന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് ഇത്തിരി ഡ്രൈ ആയിരുന്നാലേ നമുക്ക് ഉണ്ടാക്കുമ്പോഴോ അതിൻ്റെ താഴേക്ക് ഒഴുകി പോരാതെയൊക്കെ ഇരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്കിനി ഉണ്ട പിടിച്ചെടുക്കാം കേട്ടോ. ഇനി അതിനകത്തേക്ക് നമ്മുടെ ഫില്ലിങ്ങിലേക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പോ കിസ്മിസോ ഒക്കെ ഒന്ന് വറുത്ത് ചേർക്കാം, വേണമെങ്കിൽ മാത്രം. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അതൊന്ന് ഉണ്ട പിടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പിന്നെ ഇനിയിപ്പോൾ ഉണ്ട പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്നെല്ലാം മുഴുവനായിട്ട് ഉണ്ട പിടിച്ചെടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അതിനകത്തേക്ക് നമ്മൾ പരത്തിയതിന് ശേഷം 1 സ്പൂൺ പിന്നെ ഫില്ലിങ്ങിനായിട്ട് തേങ്ങയും ശർക്കരയും കൂടിയുള്ള ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുത്ത് നമ്മളതൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പിന്നെ മോദകമൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് ആവി കയറ്റാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ ആവി ചെറുതായിട്ട് വന്ന് തുടങ്ങണം കേട്ടോ. വെള്ളം തിളയ്ക്കാൻ വെച്ചതിന് ശേഷം അത് വന്നതിന് ശേഷം ഇത് നമുക്ക് അതിനകത്ത് വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ആവി കയറ്റി ഒന്ന് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മോദകമൊക്കെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റാ.